ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ അല്ലെങ്കിൽ മന്ത്ലി എക്സ്പയറി കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നലത്തെ വീക്കിലി വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൾട്രാടെക് സിമെൻറ്റിൻ്റെ ബിർള ഗ്രൂപ്പിൻ്റെ എൻട്രി, അതായത് വയേഴ്സ് ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലേക്കുള്ളൊരു എൻട്രി. ആ ഒരു ഫോള് ആ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. പ്രത്യേകിച്ചും പോളിക്യാപ്പ് അടക്കമുള്ള മാർക്കറ്റ് ലീഡറായിട്ടുള്ള പോളിക്യാപ്പ് അടക്കമുള്ള ഓഹരികളിൽ നല്ല രീതിയിലുള്ള ക്രാഷാണ് കണ്ടത്. സോ എന്താണ് ഈ അൾട്രാടെക്കിൻ്റെ വയേഴ്സ് ആൻഡ് കേബിൾസിലുള്ള എൻട്രി, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്കം വരാൻ പോകുന്നുള്ള ചെറിയ അനാലിസിസ് വീഡിയോ ആണിത്. സോ അൾട്രാടെക് സിമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൾട്രാടെക് സിമെൻറ്റ് ബിർള ഗ്രൂപ്പിൻ്റെ അടിയിലുള്ള ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന മിസ്റ്റർ കെ എം ബിർള, കുമാർ മംഗളം ബിർള ചെയർമാനായിട്ടുള്ള ഗ്രൂപ്പാണ് ആദിത്യ ബിർള ഗ്രൂപ്പ്. അതിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് പ്രൊഡ്യൂസറാണ് അൾട്രാടെക് എന്ന് പറയുന്നത്. Q3 അവസാനിക്കുന്ന സമയത്ത് അവർക്ക് Q3യിലും കൂടി 9 മന്ത്സിൽ കൂടി അവർ 6.7 മില്യൺ 67 ലക്ഷം മില്യൺ ടണ്ണിൻ്റെ കപ്പാസിറ്റി ആഡ് ചെയ്തതാണ് അവർ. സോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് പ്രൊഡ്യൂസറാണ് അൾട്രാടെക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു അൾട്രാടെക് സിമെൻ്റ് ആണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊണ്ട് ശനിയാഴ്ച നമ്മളെ ഞെട്ടിച്ചത്. കാരണം വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലേക്ക് വരുന്നു എന്നുള്ളത്. ഈ 2025 ഏതായാലും ബിർള ഗ്രൂപ്പ് ലൈം ലൈറ്റിലായിരുന്നു. കാരണം അഗ്രസീവായിട്ടുള്ളൊരു ഡൈവേഴ്സിഫൈയിങ് മോഡിലാണ് ബിർള ഗ്രൂപ്പ് ഉള്ളത്. കാരണം നമുക്കറിയാം, അവർ ഫാഷൻ സെഗ്മെൻറ്റിലേക്ക് വന്നു. അതിനുശേഷം സിമെൻറ്റ് സെക്ടർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല സിമെൻറ്റ് കമ്പനികളെയും ഏറ്റെടുക്കുന്നു. കേശവറാം ഇൻഡസ്ട്രീസ്, സ്റ്റാർ സിമെൻറ്റ്, ഇന്ത്യ സിമെൻറ്റ്, ഇങ്ങനെയുള്ള സിമെൻറ്റ് കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായിട്ട് പ്രസൻസ് സൗത്ത് ഇന്ത്യയിലടക്കം നടത്തി മുന്നേറുന്നു. അതിനു പുറമെ അവർ ഇൻട്രിയ എന്ന ലാബിൽ ജ്വല്ലറി സെഗ്മെൻറ്റിലേക്ക് വരുന്നു. അപ്പോൾ ജ്വല്ലറി മാർക്കറ്റിൽ നല്ല കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ അസസ്മെൻറ്റ് സ്റ്റഡിക്ക് ശേഷമാണ് അവർ ഇൻട്രിയ എന്ന ബ്രാൻഡിൽ അവർ ജ്വല്ലറി ബ്രാൻഡ് വരുന്നു, ടാറ്റയുടെ തനിഷ്കൊക്കെ പോലെ. അതിനുശേഷം അവരിപ്പോൾ പെയിൻറ്റ് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നു. ഓപ്പസ് എന്ന് പറയുന്ന രീതിയിൽ പെയിൻറ്റ് സെഗ്മെൻറ്റിലേക്ക് അവർ വന്നു. അതിനുശേഷമാണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് അൾട്രാടെക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൾട്രാടെക് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ വരുന്നു. 1800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 വർഷം കൊണ്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. അത് ഗുജറാത്തിലുള്ള ഭുജിലാണ് അവർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഇത് 2026 ഡിസംബറോട് കൂടിയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയെന്നാണ് കമ്പനി പറയുന്നത്. വയർ ആൻഡ് കേബിൾ ഇൻഡസ്ട്രിയിൽ ഏകദേശം അതിൻ്റെ ഒരു ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 2019 മുതൽ 2014 വരെയുള്ള സമയത്ത് ഏകദേശം 13% CAGR ഗ്രോത്ത് വന്നിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. അത് ഒരു സിമിലർ ട്രജക്ടറി തന്നെയാണ്. അതായത് മാർക്കറ്റ് ഒരു അൺഓർഗനൈസ്ഡ് പ്ലെയർ തന്നെയാണ്. ഇപ്പോഴും നല്ലൊരു ശതമാനം ബ്രാൻഡഡ് അല്ലാത്ത വയർസ് ആൻഡ് കേബിൾ സെഗ്മെൻറ്റ് കമ്പനികൾ തന്നെയാണ് ഇതിൽ വിൽക്കുന്നത് ഏറ്റവും കൂടുതൽ. ആ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ ബ്രാൻഡഡ് ആയാൽ പോലും വലിയ രീതിയിലുള്ള റവന്യൂ ജനറേഷൻ അവിടെ നിൽക്കുന്നു, വലിയ രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ അവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ഓർഗനൈസ്ഡ് ബ്രാൻഡുകൾ, ഇപ്പം ഇന്ത്യയിലെ ജ്വല്ലറി ബ്രാൻഡുകൾ തനിഷ്കും അതുപോലെ തന്നെ തനിഷ്ക് പോലെ വളരെ ചെറിയ ബ്രാൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയും അവരൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് അവിടെ വരുന്നത്. പെയിൻറ്റ് സെക്ടറിൽ അവർ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു. ഏഷ്യൻ പെയിൻ്റ് ആയിരുന്നു ഏറ്റവും വലിയ ലീഡർ. അതിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓപ്പസ് വന്നു, പിന്നെ ബർഗർ പെയിൻറ്റ്, അങ്ങനെ ചെറിയ ചെറിയ ബ്രാൻഡുകളായിരുന്നു ബാക്കി മാർക്കറ്റ് കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടതുകൊണ്ട് തന്നെയാണ് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലേക്കും ബിർള ഗ്രൂപ്പ് വന്നതെന്നുള്ളതാണ്. കാരണം ഒരു കംപ്ലീറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ സൊല്യൂഷൻ, അവരുടെ കയ്യിൽ സിമെൻറ്റ് വന്നു, പെയിൻറ്റ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സാധനമാണ് വയർ ആൻഡ് കേബിളും. അതിലേക്കും അവർ എൻട്രി ചെയ്യുന്നു. അപ്പോൾ ബിർള എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സപ്പോർട്ട് അവർക്കുണ്ട്. അതിന് പുറമെ ഇതെല്ലാം കൂടി ഒരു കുട കീഴിൽ കിട്ടുന്നു, ഒരേ ബ്രാൻഡിൻ്റെത് കിട്ടുന്നു എന്ന് പറയുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ചാനലായാലും അതുപോലെ തന്നെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കൊക്കെ ആയാലും ഇവരുടെ സിമെൻറ്റോ അല്ലെങ്കിൽ ഇവരുടെ പെയിൻറ്റുകളൊക്കെ വിൽക്കുന്ന അതേ സെഗ്മെൻറ്റിൽ തന്നെ ഇതും കൂടി ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ള വിശ്വാസമായിരിക്കാം ഈ ഒരു വയർ ആൻഡ് കേബിൾ ഇൻഡസ്ട്രിയുടെ ഡൈവേഴ്സിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ കുമാർ മംഗളം ബിർള ചെയർമാൻ ആദിത്യ ബിർള ഗ്രൂപ്പ് തന്നെ അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രസൻസ് കൺസ്ട്രക്ഷൻ വാല്യൂ ചെയിനിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എൻട്രി വന്നിരിക്കുന്നത്. ഇത് അവരുടെ വിഷന് കൂടുതൽ ശക്തിമത്ത് പകരും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറിലെ കംപ്ലീറ്റ് വാല്യൂ ചെയിൻ ഞങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഈ ഒരു എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അവർ പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ന്യായീകരണം എന്ന് പറയുന്നത്,
1800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഒരു കേബിൾ ആൻഡ് വയർ ഇൻഡസ്ട്രിയിലേക്ക് അൾട്രാടെക് പ്രപ്പോസ് ചെയ്യുന്നത്. അതും 20%, അതായത് മൊത്തം ഒരു വർഷം ഏകദേശം 8,000 മുതൽ 9,000 കോടി രൂപ വരെയാണ് ബിർള ഗ്രൂപ്പ് പ്രത്യേകിച്ചും അൾട്രാടെക്കിൻ്റെ ഭാഗത്തു നിന്നും ക്യാപിറ്റൽ എക്സ്പാൻഷന് വേണമെങ്കിൽ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി ചിലവാക്കുന്നത്. അതിൽ 20% ഏകദേശം 1,800 രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത്. അതും കഴിഞ്ഞ പ്രാവശ്യം അവർ ബിർള പെയിൻറ്റ് കൊണ്ടുവന്നു, ഓപ്പസ് എന്ന് പറയുന്ന പെയിൻറ്റ് കൊണ്ടുവന്ന സമയത്ത് ആ പെയിൻറ്റ് അവർ ഗ്രാസിം ഇൻഡസ്ട്രിയിലാണ് ലയിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ട് പോലും ഈ വയർ ആൻഡ് കേബിൾ ഏകദേശം പെയിൻറ്റ് പോലെ തന്നെ ഗ്രാസിമിൽ ലയിപ്പിക്കാതെ അവർ അൾട്രാടെക്കിലേക്കാണ് ആ ഒരു ബിസിനസ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടി ഒരു വേറായിട്ട് എനിക്കും തോന്നിയത്. കാരണം ഇതിൻ്റെ 1,800 കോടി രൂപയുടെ കാപ്പെക്സ് ആവശ്യമുണ്ട്. ഏകദേശം അൾട്രാടെക്കിൻ്റെ മൊത്തം ക്യാപിറ്റൽ എക്സ്പാൻഷൻ്റെ ഏകദേശം 20% ഇതിലേക്ക് വരുന്നത്. പിന്നെ ഫിക്സ്ഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ഏകദേശം 4x to 4.5x ആണ്. അതായത് എത്ര അസറ്റ് വെച്ചിട്ടാണ് ഇവർ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 4.5x എന്ന് പറയുന്ന സമയത്ത് ഏകദേശം അസറ്റിൻ്റെ, അതായത് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെഷീനറിയുടെ ഏകദേശം 4 ഇരട്ടിയോളം ഇവർക്ക് സെയിൽസ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 7,200 മുതൽ 8,100 കോടി രൂപ വരെയാണ് ഇവർ ഇതിൽ നിന്നും റവന്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ ഡെറ്റ്, അൾട്രാടെക്കിൻ്റെ കടം എന്ന് പറയുന്നത് 16,200 കോടി രൂപയായിരുന്നു. ഈ ഇന്ത്യ സിമെൻറ്റിൻ്റെ ഓഫർ ഫോർ സെയിലിന് ശേഷമാണ് 16,200 കോടി രൂപ കടമുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നടത്താൻ പോകുന്നത്? ഫണ്ടിങ് സോഴ്സ് ഇൻറ്റേർണൽ അക്രൂവൽസ് ആയിരിക്കും, മീൻസ് കടം വാങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് അതിൻ്റെ ഫണ്ടിങ് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം അവർ സൂചിപ്പിച്ചിട്ടില്ല. പിന്നെ സിമെൻറ്റും അതുപോലെ തന്നെ പോലുള്ള ഒരു സെയിൽസ് ചാനലിലൂടെ ഇത് വിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സാധിക്കണമെന്നില്ല. ഈ ഒരു വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിന് ചിലപ്പോൾ സിമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഡിസ്ട്രിബ്യൂഷൻ ചാനലൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം. പിന്നെ വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിന് സിമെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷേ മാർജിൻ കുറവാണ് എന്നുള്ളതാണ്. അതേസമയം കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും. ചിലപ്പോൾ ക്രെഡിറ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പണം റിയലൈസ് ചെയ്ത് വരാൻ സമയമെടുത്തേക്കാം. സോ ദേ ഹാവ് ടു വർക്ക്, എന്താ പറയുക, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ദേ നീഡ് ടു വർക്ക്. അപ്പോൾ ക്യാപിറ്റൽ അലോക്കേഷൻ എന്ന് പറയുന്ന പ്രത്യേകിച്ചും ഒരു കാര്യമായിരിക്കാം. അൾട്രാടെക് സിമെൻറ്റ് ബിസിനസ്സിൻ്റെ കീഴിലേക്ക് ഇത് കൊണ്ടുവരുന്ന സമയത്ത് രണ്ടിനും ക്യാപിറ്റൽ അലോക്കേഷൻ എങ്ങനെ വേണ്ട വരും എന്നുള്ള കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും വന്നേക്കാം. അതുപോലെ തന്നെ ബിർള ഗ്രൂപ്പിൻ്റെ ഈ അടുത്ത കാലത്തായിട്ട് നടത്തിയിരിക്കുന്ന പല എക്സ്പാൻഷൻ സ്ട്രാറ്റജികൾ നോക്കിക്കഴിഞ്ഞാൽ അൾട്രാടെക് സിമെൻറ്റിൻ്റെ വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ ഇപ്പോൾ 1,800 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. പെയിൻറ്റ് സെഗ്മെൻറ്റിലെ ബിർള ഓപ്പസിൻ്റെ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. 2028 കൂടിയാണ് ഇതിൻ്റെ റവന്യൂ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. B2B സെഗ്മെൻറ്റിലുള്ള ഇ കോമേഴ്സ് സെഗ്മെൻറ്റായിട്ടുള്ള ബിർള പിവേറ്റ്, അതിലും $1 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് 2027 കൂടി റവന്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജ്വല്ലറി സെഗ്മെൻറ്റിൽ അവർ ഇന്ദ്രിയ എന്ന് പറയുന്ന ബ്രാൻഡിൽ 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. ഫാഷൻ ലൈഫ് സ്റ്റൈലിൽ അവർ പ്രധാനമായിട്ടും എത്തനിക് വെയർസ്, അതുപോലെ തന്നെ റീബോക്ക് ഇന്ത്യയുടെ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഫസ്റ്റിൽ അവർക്ക് വരുന്നുണ്ട്. അതിനകത്ത് റോഗൺ എന്ന് പറയുന്ന ബ്രാൻഡ് അടക്കമുള്ള അതിൻ്റെയൊക്കെ അക്വസിഷൻ വരുന്നുണ്ട്. അവരിന്നൊക്കെ തന്നെ ഞാൻ അതാണ് പറഞ്ഞത്, വളരെ വർഷങ്ങളായിട്ട് അവർ ന്യൂട്രൽ ഫേസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിർള ഗ്രൂപ്പ്. കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഏകദേശം ഒരു അഗ്രസീവ് മോഡിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ അവർ പ്ലാൻ ചെയ്തത്. അതും വ്യത്യസ്തമായിട്ടുള്ള സിമെൻറ്റ്, അതുപോലെ തന്നെ ഹിൻഡാൽകോ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്, അലുമിനിയം പ്രൊഡ്യൂസറാണ്. അപ്പോൾ വളരെ ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്ന മേഖലകളിലേക്ക് അവർ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിന് അൾട്രാടെക്കിന് സഹായമായിരിക്കുന്നത് അവരുടെ ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. അപ്പോൾ ബിർള എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്നതായതുകൊണ്ട് തന്നെ കസ്റ്റമർ അക്വിസിഷൻ അവരെ സംബന്ധിച്ചിട്ട് ചെറിയൊരു ഈസിനെസ് ഉണ്ടാവാം. അതേസമയം 2 മുതൽ 2.5 വർഷമെങ്കിലും എടുക്കും ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ സർട്ടിഫിക്കേഷൻ, ക്ലയൻറ്റ് അപ്രൂവൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്യാനുണ്ട്. സോ ഇതൊരു പെട്ടെന്ന് ഇന്നിപ്പോൾ മാർക്കറ്റിൽ കണ്ടിരിക്കുന്നത് ബിർള വരുന്നു അല്ലെങ്കിൽ ബിർള ഗ്രൂപ്പ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നു എന്ന് കണ്ടതോടെ എല്ലാ കമ്പനികളിലും വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ വന്നു. പക്ഷേ ഇനിയെങ്കിലും ഒരു 2.5-3 വർഷമെങ്കിലും എടുക്കാതെ ഈ ഒരു ബിർള ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ നിന്നും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയോ പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്തുകയോ ചെയ്യുകയില്ല. അപ്പോൾ അത് കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു ഓവർ റിയാക്ഷൻ ആയിട്ടാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. മാർക്കറ്റ് പൊസിഷനിങ് ഇപ്പോഴത്തെ രീതിയിൽ ഇന്ത്യയിലെ വയർ ആൻഡ് കേബിൾ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ തന്നെയാണ് ഏകദേശം 30% പ്ലേയേഴ്സ് ഇപ്പോഴും ഉള്ളത്. അതേസമയം ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ്, അതായത് ബ്രാൻഡഡ് വാല്യൂവിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനി നിന്ന് പോളിക്യാപ്പാണ്. പോളിക്യാപ്പിന് 21% മാർക്കറ്റ് ഷെയർ ആണുള്ളത്. അതിനുശേഷം വരുന്നത് KE ഇൻഡസ്ട്രീസാണ്. KE ഇൻഡസ്ട്രീസിക്ക് 10% മാർക്കറ്റ് ഷെയർ വരുന്നുണ്ട്. അതുപോലെ 8% ഹെവൽസിന് വരുന്നത്, 8%. അതിനുശേഷം ഫിനോലെക്സ് കേബിളിനാണ് 5% വരുന്നത്. ഇപ്പോഴും അതർ
ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ്, അതായത് ബ്രാൻഡഡ് ആണ് എന്നാൽ പിന്നെ മറ്റുള്ള കേബിൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ രത്നവീർ വയേഴ്സ് ആൻഡ് കേബിൾസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് ഉണ്ട്. അവരൊക്കെ കൂടിയിട്ട് 26% ഇപ്പോഴും കൈയടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർഗനൈസ്ഡ് പ്ലെയറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലെയർ എന്ന് പറയുന്നത് പോളിക്യാപ്പ് തന്നെയാണ്. അപ്പോൾ പോളിക്യാപ്പാണ് ഏറ്റവും കൂടുതൽ പണി ചെയ്തിരിക്കുന്നത്, മാർക്കറ്റ് പണി ചെയ്തിരിക്കുന്നത്. അതിനുശേഷം KEI, ഫിനോലെക്സ് കേബിൾ, ഹെവൽസ് ഇവരൊക്കെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടെങ്കിലും ബിർളയുടെ എൻട്രി എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. സോ പല കമ്പനികളുടെയും കോളുകളും മാനേജ്മെൻറ്റ് കമൻട്രികളും വ്യക്തമാക്കുന്നത് അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ്. വയർ ആൻഡ് കേബിൾ നമുക്കറിയാം, ഏത് തരം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിക്കഴിഞ്ഞാൽ പോലും സിമൻറ്റ് അവിടെ അത്യാവശ്യമാണ്, വയർ ആൻഡ് കേബിൾ എല്ലാ തരം ബിൽഡിങ്ങുകൾക്കും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കമ്പനികളൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ എക്സ്പാൻഷൻ പ്ലാൻ, കാപ്പെക്സ് പ്ലാനുകൾ മുന്നോട്ട് കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ചിലത് നമുക്കിവിടെ പറയാൻ സാധിച്ചു. പോളിക്യാപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി 6000 മുതൽ 8000 കോടി രൂപയാണ് അടുത്ത 5 വർഷത്തേക്ക് ഈ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി ചിലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഹെവൽസ് ആണ്, 2000 കോടി രൂപയാണ് 2 വർഷത്തിനുള്ളിൽ കാപ്പെക്സിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. KE ഇൻഡസ്ട്രീസ് നോക്കിക്കഴിഞ്ഞാലും 1100 മുതൽ 1200 കോടി രൂപയാണ് അടുത്ത 15 മുതൽ 18 മാസം വരെ ഏകദേശം 1.5 വർഷം കൊണ്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. RR കേബിൾ നോക്കിക്കഴിഞ്ഞാലും 1200 കോടി രൂപയാണ് അടുത്ത 3 വർഷത്തേക്ക് അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് നടത്താൻ. അതായത് മാർക്കറ്റ് സ്റ്റഡിയുടെയോ മാർക്കറ്റ് റിസർച്ചിൻ്റെയോ അടിസ്ഥാനമില്ലാതെ ഇവരിങ്ങനെ ഇത്രയും പണം കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരു കമ്പനിയും മുടക്കില്ല. അപ്പം വലിയൊരു ഡിമാൻഡ് പ്രൊജക്ഷൻ ഈ ഒരു മേഖലയിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കമ്പനികളും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയായിരിക്കാം ആദിത്യ ബിർള ഗ്രൂപ്പിനെയും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് അവരുടെ ശ്രദ്ധ പതിയാൻ കാരണമായിട്ടുണ്ടാവുക. അപ്പം ഈ ഒരു എൻട്രിക്ക് ശേഷം, ഈ ഒരു ന്യൂസ് പുറത്തു വന്നതിന് ശേഷം അനിൽ ഗുപ്ത KE ഇൻഡസ്ട്രീസിൻ്റെ ചെയർമാനായിട്ടുള്ള അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇപ്പോഴും പുതിയ ആൾക്കാർക്ക്, അതായത് കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിൽ ഇപ്പോഴും ആവശ്യത്തിനുള്ള പ്ലെയേഴ്സ് ഇല്ല എന്നും അത് പുതുതായിട്ട് വരാനുള്ള ഇനിയും സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് അൾട്രാടെക് മിനിമം ഒരു 3 വർഷമെങ്കിലും എടുക്കും അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനും, 3 മുതൽ 4 വർഷം എടുക്കും അതിൻ്റെ ബ്രാൻഡ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട്. അതുവരെ നമുക്ക് സ്പേസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് ശേഷവും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അൾട്രാടെക് വരുന്നതുകൊണ്ട് ഒരിക്കലും തന്നെ ബിസിനസ്സിന് മോശം വരില്ല, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു ഡിസ്റപ്ഷൻ ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിൽ ഏകദേശം 13 മുതൽ 15% ഗ്രോത്ത് CAGR ഗ്രോത്ത് ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ പുതിയ ആൾക്കാർ വരുന്നത്, അതായത് ഇപ്പോൾ ബിർള പോലുള്ള പുതിയ ഗ്രൂപ്പിൻ്റെ എൻട്രി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനേക്കാൾ അവരുടെ എൻട്രൻസ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതുകൊണ്ട് ഇവരുടെ മാർജിനിൽ വലിയ പ്രഷർ ഉണ്ടാവില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം. അതിന് പുറമെ തന്നെ മാർജിൻ ഏകദേശം 10 മുതൽ 10.5%, 10 മുതൽ 11% വരെ ആയിരിക്കും ആവറേജ് മാർജിനിലേക്ക് വരാൻ സാധ്യത എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇതിനുശേഷം മോർഗൻ സ്റ്റാൻലിയും അൾട്രാടെക്കിൻ്റെ മുകളിൽ റിപ്പോർട്ട് കൊണ്ടുവരികയായിരുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ്. ഓവർ വെയ്റ്റ് ടാർഗറ്റാണ് മോർഗൻ സ്റ്റാൻലി അൾട്രാടെക്കിന് കൊടുത്തിരിക്കുന്നത്. 13,650 രൂപയുടെ ടാർഗറ്റാണ് മോർഗൻ സ്റ്റാൻലി കൊടുത്തിരിക്കുന്നത്. അതിനവർ പറയുന്നത് ഈ ഒരു പോസിറ്റീവ് സ്ട്രാറ്റജിയാണ്. അത് സെഗ്മെൻറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഹൈ മാർജിനും കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോഴത്തെ ഇൻഹൗസ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും അതുപോലെ തന്നെ കസ്റ്റമർ കണക്ഷനും ഒക്കെ തന്നെ ഇപ്പോഴത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഇപ്പോഴുള്ള കസ്റ്റമർ ബേസും കമ്പനിയെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റും എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിന് പുറമെ CLSAയും അൾട്രാടെക്കിനെ റേറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് വരികയുണ്ടായി. അതിൽ അൾട്രാടെക് CLSA പറയുന്നത് റവന്യൂ പൊട്ടൻഷ്യൽ ഏകദേശം 4 ഇരട്ടി മുതൽ 5 ഇരട്ടി വരെ ഈ ഒരു ഗ്രോത്ത് 13% മാർജിൻ എക്സ്പാൻഷനും എക്സ്പെക്ട് ചെയ്യുന്നു. 4 മുതൽ 5 ഇരട്ടി വരെ റവന്യൂ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. ഇൻഡസ്ട്രി ഏകദേശം ഒരു 100 ബില്യൺ കെപെക്സ് 2 മുതൽ 4 വർഷം വരെ ഇൻഡസ്ട്രിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അൾട്രാടെക്കിൻ്റെ എൻട്രി ഫർദർ എക്സ്പാൻഷൻ പ്രഷർ കൊണ്ടുവന്നേക്കാം. അതായത് 11 മുതൽ 13% വരെ CAGR ആയിട്ട് ചിലപ്പോൾ ഗ്രോത്ത് കുറച്ചേക്കാം. മാത്രമല്ല കോമ്പറ്റീഷൻ വളരെ ശക്തമായിട്ട് വന്നേക്കാം. ഇത് ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് CLSAയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അൾട്രാടെക് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് പോകാൻ സാധ്യത. അല്ലെങ്കിൽ അത് ഗ്രാസിമിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരായിരുന്നു. എന്തുകൊണ്ടാണ് CLSA ഈ ഒരു അഭിപ്രായം ഉന്നയിച്ചത് അൾട്രാടെക്കിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നത്? അൾട്രാടെക് കുറച്ചുകൂടി സിമൻറ്റ് സ്പേസ് വിട്ടിട്ട് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലേക്ക് ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ സിറ്റിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഒരു 16,200 കോടി രൂപയുടെ ഡെറ്റാണ് കമ്പനിക്ക് ഉള്ളത്. ഇപ്പോൾ ഇന്ത്യ സിമെൻറ്റിൻ്റെ ഓഫേഴ്സ് കഴിഞ്ഞതിന് ശേഷം അതുള്ളത്. അതുപോലെ തന്നെ 1,800 കോടി രൂപയുടെ സ്പെൻഡിങ്, 13% കുമുലേറ്റീവ് ഫ്രീ ക്യാഷ് ഫ്ലോ അടുത്ത 2 വർഷത്തേക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിന് പുറമെ ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് 1,200-ൽ കുറവായിട്ടുള്ള റവന്യൂ ആയിരിക്കും. ഏകദേശം 14% എസ്റ്റിമേഷനാണ് 2027 14% എസ്റ്റിമേഷനാണ് അവർ പ്രതീക്ഷിക്കുന്നത്.
വയർ ആൻഡ് കേബിൾ ഇൻഡസ്ട്രിയുടെ മൊത്തം ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് അവരുടെ സിമെൻറ്റ് ബിസിനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സിറ്റിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതായത് ബ്രോക്കറേജുകൾ ആരും തന്നെ എല്ലാവരും പോസിറ്റീവായിട്ട് പറയുന്നില്ല, ഒരു മിക്സ്ഡ് ടു നെഗറ്റീവ് ട്രെൻഡുകളും പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഓൾറെഡി അവർക്കുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് പ്ലെയർ എന്ന് പറയുന്ന ഖ്യാതിയാണ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലേക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഈ ഒരു സെഗ്മെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് കെപെക്സും കാര്യങ്ങളൊക്കെ തന്നെ മറ്റു കമ്പനികൾ കൊണ്ടുവന്ന് നടക്കുന്നു. പക്ഷേ മാർജിൻ പ്രഷർ ഓവറോൾ ഇവരിപ്പോൾ പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ വന്നതോടുകൂടി ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു അപ്രമാദിത്യം നിൽക്കുകയുണ്ടായി. അതുപോലെ ഈ ഒരു സെഗ്മെൻറ്റിലും ഒരു വാല്യൂ ഡിസ്ട്രപ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളതാണ് ഓവറോൾ ഇൻഡസ്ട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഏതായാലും നമുക്ക് കാണുക തന്നെ ഇതിന് ശേഷം പോളിക്യാപ്പ്, KEI, ഹെവൽസ്, RR കേബിൾ, ഫിനോലെക്സ് കേബിൾ, അൾട്രാടെക് സിമെൻറ്റ്, ഇതിലൊക്കെ തന്നെ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് പോസിറ്റീവായിട്ട് പോലും അൾട്രാടെക്കിൻ്റെ ഷെയറുകളും ഇന്ന് ഇടിയുകയാണ് ഉണ്ടായത്. പോളിക്യാപ്പാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്, പോളിക്യാപ്പും KEI ഇൻഡസ്ട്രീസും. ഒരു അവസരത്തിൽ 20% UCയിലേക്ക് പോവുകയും ചെയ്തു. ഇനി എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ, ഞാനിപ്പോഴും പോസിറ്റീവാണ് പോളിക്യാപ്പ് ലിമിറ്റഡിൽ. 5000 താഴെ വന്നു ഇന്ന്. സോ എനിക്കിപ്പോഴും പോസിറ്റീവായിട്ടാണ് ഞാൻ പോളിക്യാപ്പിനെ വരുന്നത്. കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ്, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ തന്നെ പോളിക്യാപ്പിനുണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പോഴും ഒരു പോസിറ്റീവ്നെസ് കണ്ടെത്തുന്നു എന്ന് വേണം പറയാൻ. പോളിക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ ആൻഡ് വയർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അടുത്ത കോമ്പറ്റീറ്ററായിട്ടുള്ള KEI ഇൻഡസ്ട്രീസുമായിട്ട് നോക്കുന്ന സമയത്ത് 2 ഇരട്ടിയോളം കപ്പാസിറ്റിയുള്ള കമ്പനിയാണ്. 19% മാർക്കറ്റ് ഷെയർ മുതൽ 19 മുതൽ 21% വരെ മാർക്കറ്റ് ഷെയർ വരുന്നു. അടുത്ത 2 വർഷം കൊണ്ട് ഏകദേശം ഒരു 80,000 കോടി രൂപയുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയാണ് ഈ ഒരു സെഗ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 28ഓളം ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റിയാണ് കമ്പനിക്കുള്ളത്. 3800 ഡീലേഴ്ഷിപ്പ് വരുന്നുണ്ട്. 2 ലക്ഷത്തിലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഇവർക്ക് കവറേജ് ഓൾറെഡി ഉണ്ട്. 70ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡാണ് പോളിക്യാപ്പ് എന്ന് പറയുന്നത്. 8%, അതായത് 18,000 കോടി രൂപയുടെ റവന്യൂ വരുന്നത് എക്സ്പോർട്ടിൽ നിന്ന് മാത്രമാണ്. മീൻസ് 18,000 കോടി രൂപയുടെ റവന്യൂ ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ 2% വരുന്നത് എക്സ്പോർട്ടിൽ നിന്ന് മാത്രമാണ്. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ആയാലും ഏകദേശം 2x GDPയുടെ 2xൽ വളരാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ, ഡാറ്റാ സെൻറ്റർ, റിന്യൂവബിൾ എനർജി, ഈ ഒരു എല്ലാ സെഗ്മെൻറ്റിലുള്ള ഗ്രോത്തും പോളിക്യാപ്പ് പോലുള്ള കമ്പനിയൊക്കെ സ്വാധീനിക്കും, എല്ലാ വയർ കമ്പനികളെയും സ്വാധീനിക്കും. സോ എനിക്ക് തോന്നുന്നു പോളിക്യാപ്പിൽ ഇപ്പോഴും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് ഇത് അനൗൺസ് ചെയ്തതുകൊണ്ട് ഇന്ന് തന്നെ നാളെ വരെ തന്നെ ബിർള ഗ്രൂപ്പ് കേബിൾ പ്രൊഡക്ഷനൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. മിനിമം 2.5 മുതൽ 3 വർഷമെങ്കിലും എടുക്കും എന്നുള്ളത് തന്നെയാണ് അവരുടെ തന്നെ പ്രൊജക്ഷൻ. അപ്പം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉള്ളത്. അപ്പോൾ അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവും. സോ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നിങ്ങളുടെ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ റിസർച്ച് ആൻഡ് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്